നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകരയിൽ CPI നേതാവ് NC ശങ്കറിന്റെ 23ാമത് ചരമവാർഷിക ദിനാചരണം. സിദ്ധാർത്ഥിന്റെ മരണം നീതി തേടി വാടാനപ്പള്ളിയിൽ മഹിളാ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ വായ്മൂടിക്കെട്ടി പ്രകടനം. മുറ്റിച്ചൂർ ALP സ്കൂളിൽ 114ാമത് വാർഷികവും PTA ദിനവും എൻഡോമെന്റ് വിതരണവും. വാർത്തകൾ വിശദമായി. CPI നേതാവായിരുന്ന NC ശങ്കറിന്റെ 23ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. പെരിങ്ങോട്ടുകരയിൽ NC ശങ്കറിന്റെ വസതിയിൽ പുഷ്പാർച്ചന, അനുസ്മരണ യോഗം എന്നിവ നടന്നു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അന്തിക്കാട്ട് ഐതിഹാസികമായ ചെത്തൊഴിലാളി സമരത്തിന്റെ പേരിലാണ്. ആ ചരിത്രത്തിൽ വളരെ വലിയ ചരിത്രത്തിൽ ഒരു ചരിത്ര പുരുഷനായി തന്നെ നമ്മുടെ സമൂഹം അംഗീകരിച്ചിട്ടുള്ള ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ് NC. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇപ്പൊ 23 വർഷം പിന്നിടുകയാണ്. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണെന്നുള്ളതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. NCയുടെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആവേശം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അടുത്ത കാലത്താണ് നമ്മുടെ യൂണിയന്റെ 80ാം വാർഷികം ആഘോഷിച്ചത്. സമാപന പരിപാടിയിൽ വളരെ വൈകാരികമായ നിലയിലുള്ളൊരു വലിയ സംഗമം നമ്മൾ നടത്തുകയും നമ്മളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളെ തന്നെ ബന്ധപ്പെടാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന് മുമ്പ് നമുക്കുള്ള അനുഭവങ്ങളാണ്. PK ശ്രീജി അധ്യക്ഷത വഹിച്ചു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ഷീന പറയങ്ങാട്ടിൽ, KP സന്ദീപ്, CR മുരളീധരൻ, CPI താന്യം തെക്ക് ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PR ഷിനോയ്, അസിസ്റ്റന്റ് സെക്രട്ടറി PM മധുലാൽ, KB ജോഷി ബാബു, MV സുരേഷ്, AK അനിൽകുമാർ, സീന അനിൽകുമാർ, KC ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് JP മേത്തർ MPയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും KSU പ്രസിഡന്റ് അലോഷ്യസ് സേവറും സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിവരുന്ന നിരാഹാര സമരത്തിന് പിന്തുണയുമായി മഹിളാ കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാടാനപ്പള്ളി സെന്ററിൽ വായ്മൂടിക്കെട്ടി പ്രതിഷേധ പ്രകടനം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുചിത്ര ദിനേശ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് VC ഷീജ, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുഗന്ധിനി ഗിരീഷ്, പ്രിൻസി സുരേഷ്, IT കോർഡിനേറ്റർ ഷഫീന ഷബീർ അലി, ബ്ലോക്ക് ഭാരവാഹികളായ കുമാരി സുരേഷ്, CN സുരജ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ CM രഘുനാഥ്, രാഗനാഥൻ വൈക്കാട്ടിൽ, ആസിഫ് അലി, CM ശിവപ്രസാദ്, INTUC മണ്ഡലം പ്രസിഡന്റ് സുനിൽ തിക്കാട്ട്, സുലു ഷംസുദ്ദീൻ, മണികുമാരൻ, സക്കീന എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. BJP നാട്ടിയ മണ്ഡലം പ്രസിഡന്റായിരുന്ന KK ദിവാകരന്റെ 33ാമത് ബലിദാന ദിനത്തോടനുബന്ധിച്ച് BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും അനുസ്മരണവും നടത്തി. രാവിലെ ദിവാകരന്റെ സ്മൃതിയിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. വൈകിട്ട് എടമുട്ടം സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം SN സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വീട്ടിന്റെ അടുക്കളയിൽ അമ്മമാര് കണ്ടതല്ലേ, വീട്ടിന്റെ അടുക്കളയിൽ കഴിഞ്ഞ ദിവസം ഒരു കരിനാഗത്തെ പിടിച്ചു അല്ലേ, രാജവെമ്പാലയെ പിടിച്ചു. വീട്ടിന്റെ അകത്ത് കയറി കൂടിയിരിക്കുകയാണ് രാജവെമ്പാല, കരിനാഗം, കരിമൂർഖൻ, കരിനാഗം, കരടി, കരിമ്പുലി, കാട്ടാന, കാട്ടുപോത്ത് കാട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ചില വന്യമൃഗങ്ങൾ കോളേജ് ക്യാമ്പസുകളിൽ വിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാട്ടുമൃഗങ്ങളെക്കാൾ കൂടുതൽ ക്രൗര്യത്തോടുകൂടി, ക്രൂരമായ മനോഭാവത്തോടുകൂടി, നികൃഷ്ടമെന്ന് നമ്മൾ പറഞ്ഞാൽ ഒരുപക്ഷെ അത് കുറഞ്ഞു പോകും. ആ മാതിരിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന അനുഭവം നമ്മുടെ ഈ കേരളത്തിൽ എത്ര കാലമായി നമ്മൾ ഇത് കാണുന്നു, എത്ര കാലമായി കാണുന്നു. എന്നാലും ഈ പ്രസ്ഥാനത്തിനു വേണ്ടി കൊടിപിടിക്കാനും സിന്ദാബാദ് വിളിക്കാനും കുറേയധികം നമ്മുടെ സഹോദരങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരാണ്. അവർ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല.
അങ്ങനെയുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ പുറകെ അണിനിരക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് തങ്ങൾക്കിവിടെ എന്തുമാകാം എന്ന നിലയ്ക്ക് ചിന്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ നാട്ടിൽ നമ്മൾ കാണുന്നത്. ഉന്മൂലന സിദ്ധാന്തം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ ലോകമെമ്പാടും കോടിക്കണക്കിന് മനുഷ്യരെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളതെന്നും ആ പരമ്പരയിലെ ബലിദാനിയാണ് കെ ദിവാകരനെന്നും സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. BJP വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു കൊട്ടുക്കൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ധനീഷ് മടത്തിപ്പറമ്പിൽ, രശ്മി ഷിജോ, മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് മാസ്റ്റർ, സേവ്യൻ പള്ളത്ത്, KV അരുൺ ഗിരി, ഷൈൻ നെടിയിരിപ്പിൽ, മുസ്തഫ കൊടുങ്ങൂക്കാരൻ, NK ബീതിഹരൻ, ഉണ്ണികൃഷ്ണൻ ആളൂപ്പറമ്പിൽ, ശ്രുതി ധനീഷ്, രാരി, ജിഷ, പ്രദീപ്, സജിത സുഭാഷ്, രശ്മി ബിജു, സൗമ്യൻ നെടിയിരിപ്പിൽ, ശ്രീരാജ്, അഖിൽ പുളിക്കൽ, MN സുരേഷ്, സിംഗ് തണ്ടാശ്ശേരി, കിഷോർ, KK സുരേഷ്, ബിജു കോലാട്ടുപുരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. മാർച്ച് 4 സ്വർഗീയ KK ദിവാകരൻ ബലിദാന ദിനം. ബഹുമാന്യരെ, എല്ലാം ശരിയാക്കി തരാമെന്ന് കേരള ജനതയെ വിശ്വസിപ്പിച്ച് അധികാരത്തിലേറിയ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരൻ്റെ തുടർഭരണത്തിന് കീഴിൽ വൈദ്യുതി ചാർജ് മുതൽ വെള്ളക്കരം വരെയും വീട്ടുനികുതി മുതൽ സർവത്ര നികുതിയും വർദ്ധിപ്പിച്ച് സപ്ലൈകോ ശ്രീനാരായണ ഗുപ്ത സമാജം സംരക്ഷണ സമിതിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങി. ഗുരുദേവ ഭക്തനും സീനിയർ അംഗവുമായ സുഗതൻ തൊപ്പിയിൽ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷണ സമിതി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ SNDP മണലൂർ ശാഖ പ്രസിഡന്റ് അഡ്വക്കേറ്റ് TR ശിവൻ, കൺവീനർ വാസുദേവൻ, ഗോപി KK, ശശി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സുധാകരൻ മണ്ടത്ര, KD സുനിൽകുമാർ, ബിനീഷ് പള്ളിയിൽ എന്നിവരും പങ്കെടുത്തു. കൂട്ടമായിട്ട് ആലോചിച്ചുകൊണ്ട് സമാജത്തിൽ ഇലക്ഷനെ ഒഴിവാക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇത് നമ്മളുടെ 9ാമത്തെ സമാജ സമിതിയുടെ 9ാമത്തെ തെരഞ്ഞെടുപ്പിന് നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സമാജ സംരക്ഷണ സമിതിയുടെ തീരുമാനപ്രകാരം 4 പ്രാവശ്യം നിന്ന ആളുകൾ മാറി നിൽക്കാനായിട്ട് സംരക്ഷണ സമിതിയിലുള്ള നമ്മളുടെ പഴയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ തീരുമാനമാണ് മാറാനും മാറി നിൽക്കാനും. അങ്ങനെയാണ് നമ്മൾ ഈ ബോർഡിനെ മാറ്റുന്നത്. എന്ന് വെച്ചാൽ അതിൽ നിന്ന് എല്ലാവരും സ്വമനസ്സാല മാറിയിരിക്കുകയാണ്. ഒരാളെയും നമ്മൾ നിർബന്ധിച്ച് മാറ്റിയിട്ടില്ല. അതിൽ ഒരാൾ മാത്രമാണ് നമ്മളിൽ നിന്ന് പുറത്തുപോയി മറ്റൊരു പാനലിൽ നിന്ന് നിൽക്കുന്നത്. സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ അരി ലഭിക്കുന്നതിനായി 1 കിലോഗ്രാം അരിക്ക് 29 രൂപ നിരക്കിൽ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഭാരത് റൈസ് നാട്ടികയിലും വിതരണം തുടങ്ങി. വീട്ടമ്മയായ സൗമ്യ കൃഷ്ണന് ആദ്യ വിൽപ്പന നടത്തി. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി AK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന അരി വിൽപ്പനയിൽ 10 കിലോഗ്രാം പാക്കറ്റുകളാണ് വിതരണം ചെയ്തത്. BJP ഭാരവാഹികളായ ലാൽ ഊണുങ്ങൽ, KS സുധീർ, NS ഉണ്ണിമോൻ, PV സെന്തിൽകുമാർ, ജോഷി ബ്ലാങ്ങാട്ട്, സിജിത്ത് കരുവത്ത്, ദയാനന്ദൻ ഏറാട്ട്, രാജേഷ് കാരയിൽ, പ്രകാശൻ, PK ആഘോഷ്, NP സംഗീത ഷാജു, സുകുമാരൻ നായർ, മുകേഷ്, രവി മയൂർ, രാജു പന്നിപ്പുലത്ത് എന്നിവർ അരി വിതരണത്തിന് നേതൃത്വം നൽകി. ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ അരി കിട്ടണം. ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഈ ഭാരത് റൈസ് വിതരണം ഇന്ന് നാട്ടികയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ സുതാര്യമായി യാതൊരു പ്രതിബന്ധങ്ങളുമില്ലാതെ 29 രൂപ നിരക്കിൽ 10 കിലോ പാക്കറ്റാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത്. ഇനിയും ഇവിടുത്തെ നാട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് അരി, നമ്മുടെ ഭാരതത്തിൽ ആവശ്യത്തിന് അരിയുണ്ട്. കേരളത്തിൽ അരിയില്ല എന്ന് പറയുമ്പോൾ ഭാരതത്തിലുള്ള അരി ഇത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്റ്റോറേജിലുള്ള അരി കെട്ടിക്കെടുക്കാതെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മോഡി സർക്കാരിൻ്റെ ഒരു ജനങ്ങൾക്ക് കൈത്താങ്ങാവുന്ന ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന പ്രധാനമന്ത്രിയുടെ ആ ഉറപ്പ് പാലിക്കാൻ വേണ്ടി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നടക്കുന്നു, നാട്ടിലും എത്തിയിരിക്കുന്നു. വലപ്പാട് ഉപജില്ലയിലെ മികച്ച അധ്യാപകനുള്ള വന്നേരി ചന്ദ്രശേഖരൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം 2023-24 കാലയളവിൽ തളിക്കുളം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരുന്ന KL മനോഹിത് മാസ്റ്റർക്ക് സമ്മാനിക്കുമെന്ന് അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ VC ഗോപിദാസ് തൃപ്പയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,000 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന പുരസ്കാരം ഈ മാസം 7-ന് നടുവിൽക്കര ബോധാനന്ദവിലാസം LP സ്കൂൾ വാർഷിക ചടങ്ങിൽ സമ്മാനിക്കും. മനോഹിത് മാസ്റ്റർ ഇപ്പോൾ തളിക്കുളം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ ഫിസിക്കൽ സയൻസ് അധ്യാപകനാണ്. സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ്, ഇക്കോ ക്ലബ്ബ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നിവയുടെ കോർഡിനേറ്ററുമാണ്.
വടനപ്പള്ളി ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലെ മുൻ അധ്യാപകനുമാണ്. ബോധാനന്ദ വിലാസം LP സ്കൂളിന്റെ 94ാമത് വാർഷികവും PTA ദിനവും 7-ന് വ്യാഴാഴ്ച നടക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിക്കുമെന്നും പുരസ്കാര നിർണയ കമ്മിറ്റി ചെയർമാൻ ഗോപിദാസ് വന്നേരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇനിയൊരു ഇടവേള. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്തെ മിനുമിനുപ്പം പളവളപ്പം. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. മുറ്റിച്ചൂർ ALP സ്കൂളിൽ 114ാമത് വാർഷികവും PTA ദിനവും എൻഡോമെന്റ് വിതരണവും നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുക എന്ന കൂടിയാണ് നമ്മുടെ വാർഷിക സമ്മേളനത്തിന് പ്രധാനപ്പെട്ട ആശയം ഉൾക്കൊള്ളുന്നത്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ നിങ്ങളുടെ PTA പ്രസിഡന്റിനോട് ചോദിച്ചു, പള്ളിയാർ എന്താണ് നമ്മുടെ മുറ്റിച്ചൂർ സ്കൂളിൻ്റെ സ്ഥിതി, എന്താണ് ഇവിടെ കുട്ടികളുണ്ടോ ഇല്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, പക്ഷേ ചില പോരായ്മകൾ നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാകുന്ന കുട്ടികളെ മറ്റുള്ള സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന രീതിയിലുള്ള ഒരു വിഷമസ്ഥിതി കൂടിയാണ് എന്നോട് പറഞ്ഞത്. അപ്പം അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അങ്ങനെ നമ്മുടെ മുറ്റിച്ചൂർ പ്രദേശത്ത് കുട്ടികൾ മുഴുവനും മറ്റുള്ള സ്കൂളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് ആലോചിക്കേണ്ടത്. PTA പ്രസിഡന്റ് കിഷോർ പള്ളിയാറ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക അമൂല്യചന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി. ഫസ്റ്റ് അസിസ്റ്റന്റ് PR ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യ അതിഥിയായിരുന്നു. സംസ്ഥാനത്തെ മികച്ച ഭൂമി പതിവ് തഹസിൽദാർ രാജേഷ് ചുള്ളിയിൽ 2024 ദേശീയ പഞ്ചഗുസ്തി ഹെവി വെയ്റ്റ് വിഭാഗം സ്വർണ്ണ മെഡൽ ജേതാവ് രഞ്ജിത്ത് K എന്നിവരെ ആദരിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ എൻഡോമെന്റ് വിതരണം ചെയ്തു.
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ ജലീൽ എടയാടി ക്യാഷ് അവാർഡും ആരോഗ്യം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശരണ്യ രജീഷ് സമ്മാന വിതരണവും നടത്തി. ക്ഷേമകാര്യ ചെയർമാൻ ഷഫീർ പണിക്ക് വീട്ടിൽ വാർഡംഗങ്ങളായ സരിത സുരേഷ്, ശാന്ത സോളമൻ, അന്തിക്കാട് BPC ഡോക്ടർ K ഉമാദേവി, BRC കോർഡിനേറ്റർ അർച്ചന, MPTA പ്രസിഡന്റ് CG സുനിൽ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഉമ്മർ കാരണപ്പറമ്പിൽ, മുറ്റിച്ചൂർ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് KB രണേന്ദ്രനാഥ്, മുൻ പ്രധാനാധ്യാപിക AK സുഹറ, മുൻ അധ്യാപികമാരായ TJ വിക്ടോറിയ, PO മേരി, സ്റ്റാഫ് പ്രതിനിധികളായ KC ലിജി, K സൂട്ടി, സ്കൂൾ ലീഡർ MM അഭിഷേക്, സ്റ്റാഫ് സെക്രട്ടറി KK നജീബ് എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണി തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവരാത്രി മാർച്ച് 8 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി ദേശവാസികളുടെ ഗാനമേള, മിമിക്സ് പരേഡ് എന്നിവ നടന്നു. ബുധനാഴ്ച രാത്രി കേരള സംഗീതനാട അക്കാദമി പുരസ്കാരം നേടിയ മണലൂർ ഗോപിനാഥിൻ്റെ ഓട്ടംതുള്ളൽ, മാർച്ച് 7 രാവിലെ മങ്കോരില്ലത്തേക്ക് എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് 11 അന്നദാനം, ഉച്ചയ്ക്ക് തുടർന്ന് 3 തൃപ്രയാർ രമേശൻ മാരാർ നയിക്കുന്ന പഞ്ചവാദ്യം, രാത്രി 9 പള്ളിവേട്ട, ചെറുശ്ശേരി കുട്ടന്മാരാരുടെ പാണ്ടിമേളം എന്നിവ നടക്കും. മാർച്ച് 8 ശിവരാത്രി നാളിൽ രാവിലെ ക്ഷേത്രക്കുളത്തിൽ ആറാട്ട്, തുടർന്ന് ആറാട്ടുകഞ്ഞി, വൈകിട്ട് ദീപക്കാഴ്ച, രാത്രി 8 കലാപരിപാടികൾ എന്നിവയും നടക്കും. മാർച്ച് 9 രാവിലെ 5:30 മുതൽ നടക്കുന്ന ബലിതർപ്പണത്തോടെ ശിവരാത്രി ആഘോഷം സമാപിക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രിമാരായ പഴങ്ങാപ്പറമ്പ് മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, വടക്കേടത്ത് താമരപ്പള്ളി മന ദാമോദരൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ, വൈസ് പ്രസിഡന്റ് VU ശ്രീജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരുചക്രവാഹനത്തിൽ ഇന്ത്യ നേപ്പാൾ പര്യടനം നടത്തി തിരിച്ചെത്തിയവർക്ക് സ്വീകരണം നൽകി. സഹൃദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ അംഗങ്ങളായ S ഷമീർ ഫീൽ, BSF ജവാൻ മിഥുൻ MGയും ഇരുചക്രവാഹനത്തിൽ 26 ദിവസം 14 സംസ്ഥാനങ്ങളിലൂടെ നേപ്പാൾ ഉൾപ്പെടെ 1000-ൽ പരം കിലോമീറ്റർ സഞ്ചരിച്ച് സഹൃദയ പാലപ്പെട്ടിക്ക് പൊതു അനുഭവം സമ്മാനിച്ചവർക്ക് ക്ലബ്ബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പാലപ്പെട്ടി ക്ഷേത്ര മൈതാനിയിൽ നടന്ന സ്വീകരണത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് രാകേഷ് UR, സെക്രട്ടറി MS ശരത്, ട്രഷറർ രാകേഷ് സദാനന്ദൻ, ക്ലബ്ബ് രക്ഷാധികാരികളായ സുമേഷ് പാനാട്ടിൽ, പ്രതീക്ഷ ശാർക്കര, അനൂപ് തോട്ടാരത്ത്, മിഥുൻ CM, കിരൺ, മണികണ്ഠൻ, ശ്രീരാഗ്, VS വിപിൻ ദാസ്, സിയാദ് എന്നിവർ ആശംസകൾ നേർന്നു. ക്ലബ്ബ് അംഗങ്ങളുടെ നാട്ടുകാരും സ്വീകരണ പരിപാടിയിൽ പങ്കുചേർന്നു. വളരെയധികം ഉള്ള ഒരു സന്തോഷ നിമിഷമാണ്. കാരണം കഴിഞ്ഞ മാസം 9-ാം തീയതി നമ്മളുടെ നാട്ടിൽ നിന്ന് വളരെ ദീർഘദൂര യാത്രകൾ നമുക്കറിയാം ഇപ്പോൾ യുവാക്കളുടെ ഏറ്റവും വലിയ ഒരു ആവേശമാണ്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വലിയ സന്ദേശം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ മാസം 9-ാം തീയതി ഇവിടെ നിന്ന് യാത്ര തിരിച്ച് പ്രിയങ്കരനായിട്ടുള്ള ഷമീറും അതുപോലെ തന്നെ ഏറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ BSF ജവാനും കൂടിയായിട്ടുള്ള മിഥുൻ ഉൾപ്പെടെയുള്ള 2 സുഹൃത്തുക്കൾ കഴിഞ്ഞ മാസം 9-ാം തീയതി ഇവിടെ നിന്ന് യാത്ര തിരിച്ച് ഇന്ത്യയിലെ ഏകദേശം 14 സംസ്ഥാനങ്ങളിലൂടെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതുപോലെ തന്നെ നേപ്പാളിൻ്റെ പല ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വലിയ ഒരു അനുഭവമാണ് ഇവർ നേടിയെടുത്തിട്ടുള്ളത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തും ICDS അന്തിക്കാടും സംയുക്തമായി നടത്തിയ ഭിന്നശേഷി കലോത്സവം അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് അധ്യക്ഷത വഹിച്ചു. ശിശുവികസന പദ്ധതി ഓഫീസർ രഞ്ജിനി L, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ജനപ്രതിനിധികളായ രഹന പ്രജു, വൃന്ദ, ലതാ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളിലുള്ള സർഗാവിഷ്കാരങ്ങൾക്ക് പൊതു വേദി ഒരുക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വേണ്ടി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് നടപ്പായി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കാണ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി നിർവഹിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ കലോത്സവത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ബ്ലോക്കിൽ വരുന്ന 5 ഗ്രാമപഞ്ചായത്തുകളിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ
ഇതിൻ്റെ കലോത്സവങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഈ കലോത്സവത്തിലേക്ക് എത്തിച്ചേർന്നത്. കുട്ടമംഗലത്ത് റിഫായി റാത്തീബും അന്നദാനവും നടത്തി. AK അബ്ദുൽ മജീദ് പതാക ഉയർത്തി. മുസ്തഫ ഇബ്നു ദർവേഷ് റിഫായി റാത്തീബിന് നേതൃത്വം നൽകി. മുഹമ്മദ് ഷെരീഫ് അഹ്സനി പ്രാർത്ഥന നിർവഹിച്ചു. അബ്ദുൽ സലാം മസ്താൻ ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഞാൻ 1993 തുടങ്ങി കാലഘട്ടം തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ് ഈ പരിപാടി റിഫായി റാത്തീബ് അന്നദാനം. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾ കംപ്ലീറ്റും നാനാ ജാതികളും എന്നോട് സഹകരിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ അവരോട് സഹകരിക്കുന്നു. എന്നെക്കൊണ്ടായത് ഞാൻ ചെയ്യുന്നു. ഇതിലെനിക്കൊരു വലിയ മേൽനോട്ടം കിട്ടാൻ വേണ്ടിയോ അല്ല വേറെ ഒന്നുമല്ല. ജനങ്ങളായിട്ടുള്ള സമ്പർക്കം പുലർത്താൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഐക്യത്തിന് വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ്. അത് എന്നെക്കൊണ്ടായത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. അതൊരാൾ സഹായിച്ചിട്ടോ പിടിച്ചിട്ടോ അല്ല. ഞാൻ ഒറ്റയ്ക്കൊരാളാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ റിഫായി റാത്തീബ് ഉണ്ടായിരുന്നു. അതിൽ ഗംഭീരമായിട്ട് വിജയിച്ചു. ഇപ്പോൾ അതേ അന്നദാനം. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു രാത്രി അന്നദാനം ഉണ്ടായിരുന്നു. ഇപ്പോഴും അന്നദാനമാണ്. ഇതൊക്കെ ചെയ്ത് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു. തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ കലാപരിപാടികൾ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് MP ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പ്രദീപ് കരിപ്പാടത്ത്, സെക്രട്ടറി സബിത്ത്, പുതുതായി ചാർജെടുത്ത എക്സിക്യൂട്ടീവ് ഓഫീസർ രഞ്ജിത്ത് RSനെ പൊന്നാടയും മെമന്റോയും നൽകി ആദരിച്ചു. ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. വലപ്പാട് ബീച്ച് വളവത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ശീവേലി എഴുന്നള്ളിപ്പ്, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് പൂരം എഴുന്നള്ളിപ്പ്. എഴുന്നള്ളിപ്പിന് ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ 100-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന ചെണ്ടമേളം, തുടർന്ന് ദീപാരാധന, ഭഗവതി സേവ, രാത്രി അത്താഴപൂജ, തിരുവാതിരക്കളി, മഹാഗുരുതി, പുലർച്ചെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി ശാന്തി, സുധൻ ശാന്തി, മേൽശാന്തി നിതിൻ ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം ചെയർമാൻ ഭരതൻ വളവത്ത്, പ്രസിഡന്റ് സന്തോഷ് VP, സെക്രട്ടറി ഹരീഷ് VH, ട്രഷറർ വിശ്വംഭരൻ, ബാബു വളവത്ത്, വേലായുധൻ, മോഹൻദാസ്, കനകജ്യോതി എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പുത്തമ്പീടിക തണ്ടാശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തോടനുബന്ധിച്ച് മാർച്ച് 4 തിങ്കളാഴ്ച രാവിലെ നട തുറക്കൽ, പ്രഭാതപൂജ, ഉച്ചപൂജ, കരിങ്കുട്ടിക്ക് രൂപക്കളം, ശേഷം അന്നദാനം എന്നിവ ഉണ്ടായി. വൈകിട്ട് വീരഭദ്രസ്വാമിക്ക് കളം, ദീപാരാധന, പ്രസാദശുദ്ധി, നിറമാല, ചുറ്റുവിളക്ക്, അത്താഴപൂജ, പ്രസാദോട്ട എന്നിവ ഉണ്ടായിരുന്നു. തുടർന്ന് താലവാദ്യത്തോടുകൂടി ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ശേഷം ദേവിക്ക് രൂപക്കളം എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി രാജു ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് അനിൽകുമാർ, സെക്രട്ടറി ജയപ്രസാദ്, ട്രഷറർ മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി.
എടത്ര വേലാഘോഷത്തിന്റെ ഭാഗമായി മാമ്പുള്ളി സൗത്ത് വിംഗ് ഒരുക്കിയ ശിങ്കാരിമേളവും തിറയാട്ടവും കാഴ്ചക്കാരിൽ ആവേശം ഉണർത്തി. രാവിലെ സൗത്ത് വിംഗ് കമ്മിറ്റി പരിസരത്ത് നിന്നും പുറപ്പെട്ട വേലാഘോഷം ഉച്ചയോടെ എടത്ര ക്ഷേത്ര മൈതാനത്ത് എത്തിച്ചേർന്നു. ആഘോഷ പരിപാടികൾക്ക് കമ്മിറ്റി സെക്രട്ടറി മിഥുൻ, പ്രസിഡന്റ് ശ്യാംകുമാർ, ട്രഷറർ ശ്രീകുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിങ്ങോട്ടുകരയിൽ CPI നേതാവ് NC ശങ്കറിന്റെ 23ാമത് ചരമവാർഷിക ദിനാചരണം. സിദ്ധാർത്ഥിന്റെ മരണം നീതി തേടി വാടാനപ്പള്ളിയിൽ മഹിളാ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ വായ്മൂടിക്കെട്ടി പ്രകടനം. മുറ്റിച്ചൂർ ALP സ്കൂളിൽ 114ാമത് വാർഷികവും PTA ദിനവും എൻഡോമെന്റ് വിതരണവും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.